നമസ്കാരം, ഞാൻ കമലാംബിക. ശ്രേഷ്ഠ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? സ്വരങ്ങളെ കുറിച്ചാണ്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്, സ്വരചിഹ്നങ്ങളാണ്. അതിനു മുൻപ് ഒരു കാര്യം ഞാൻ പറയാം. സ്വരാക്ഷരങ്ങൾ എഴുതുമ്പോൾ, നമ്മളൊരു സ്വരാക്ഷരങ്ങൾ ഉപയോഗിച്ചൊരു വാക്ക് എഴുതുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട ഒന്ന്, സ്വരാക്ഷരങ്ങൾ എപ്പോഴും ഒരു വാക്കിൻ്റെ മുൻപിലേ വരൂ. അതെപ്പോഴും നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ്. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, ഇതിപ്പോൾ എന്താണ്, ചെറിയൊരു കാര്യമില്ലെന്ന്. ഈ ചെറിയ ചെറിയ ടിപ്സ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. അവരിൽ വരുന്ന മാറ്റം വലുതായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ടിപ്സ് അവർക്ക് എഴുതാൻ, തെറ്റില്ലാതെ എഴുതാൻ വളരെ ഉപയോഗപ്പെടും. പിന്നെ വരുന്നത്, അതായത് അതിൻ്റെ അർത്ഥം ഒരു വാക്ക് സ്വരത്തിലേ തുടങ്ങുമെന്നല്ല, വ്യഞ്ജനാക്ഷരങ്ങളിലും തുടങ്ങാം. പക്ഷെ സ്വരാക്ഷരം ഒരിക്കലും ഒരു വാക്കിൻ്റെ നടുവിൽ വരില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? സ്വരങ്ങളുടെ ചിഹ്നങ്ങളാണ് പഠിക്കുന്നത്. അതിന് ശേഷം ഞാൻ ഈ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഇതെങ്ങനെ ചേർക്കും എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ സ്വരാക്ഷരങ്ങളുടെ പ്രത്യേകതകൾ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്വരാക്ഷരങ്ങൾ എപ്പോഴും ഒന്ന് ആലോചിച്ചോളൂ. ഈ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നമില്ല, ദീർഘമാണ് ചിഹ്നം, അങ്ങനെ പഠിപ്പിക്കുന്നതിന് പകരം ഓരോ സ്വരാക്ഷരങ്ങളുടെയും ഓരോ ഭാഗങ്ങൾ അവയുടെ ചിഹ്നങ്ങളുമായിട്ട് നിങ്ങളൊന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കൂ കുട്ടിക്ക്. ഏകദേശമുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണക്റ്റ് ചെയ്ത് കൊടുത്താൽ കുട്ടിക്കത് ഓർക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ക പ്ലസ് ക, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എഴുതണത്. ക ചേട്ട എന്നല്ല, ക ചാട്ട താപ്പ, അങ്ങനെയാണ് എഴുതണത്. അതുകൊണ്ട് തന്നെ അത് ക പ്ലസ് അതുകൊണ്ടാണ് അത് അക്ഷരമാലയാണ്, വർണ്ണമാലയല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമ്മൾക്ക് എന്തില്ല, അതിനൊരു ചിഹ്നമില്ല. ഇനി ആട് ചിഹ്നം ദീർഘമാണ്. ആ ദീർഘം നമുക്ക് വേണ്ട കുട്ടികളെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താം. എന്നിട്ട് പറഞ്ഞു കൊടുക്കൂ, ഇതന്നെയാണ് വന്നിരിക്കുന്നത്, ആട് ചിഹ്നം ദീർഘം. ഈക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് വള്ളിയായിട്ട് ഉപയോഗിച്ചിട്ട് ഈ വള്ളിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഈക്ക് ഇതിനോടൊപ്പം തന്നെ കെട്ടുവള്ളി, അതായത് ചുറ്റുവള്ളി എന്നൊക്കെ പറയും, ഒരു കുനിപ്പ് കൂടെ ഇട്ടാൽ മതി എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഇതാണ് കെട്ടുവള്ളി, ഈ ഭാഗം എടുക്കൂ, വേറെ സാധാരണ വള്ളി ഈ ഭാഗം എടുക്കൂ. അപ്പം രണ്ടും കുട്ടികൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഊ ഇതന്നെയാണ് വരുന്നത്. അതിൽ കൂടെ ഒരു കുനിപ്പിടുകയാണ് ഊ എന്ന് പറയുമ്പോൾ അതിൽ കൂടെ ഒന്നുകൂടെ, അതായത് ദീർഘിച്ച് പറയുന്നത് കൊണ്ട്, കുറച്ച് നീട്ടി പറയണത് കൊണ്ട് അതിലൊന്നും കൂടി ഇട്ടു. അപ്പം ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് കൊടുത്താൽ കുട്ടികൾക്ക് ഈ ചിഹ്നങ്ങൾ കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്കൂ, ഇത് ഇങ്ങനെ ഇടുന്നത്, ഇത് തിരിച്ചിടുന്നത് തന്നെയാണ് റിൻ്റെ ചിഹ്നം. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാം. ഏടെ ചിഹ്നം ഇത് നോക്കിക്കോളൂ, ഇതാ ഏടെ ഒറ്റപ്പുള്ളി ഇവിടെ തന്നെ വരുന്നുണ്ട്, ഏടെ ഒറ്റപ്പുള്ളി. അപ്പോൾ ഏക്ക് ഒറ്റപ്പുള്ളിയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കാൻ മറക്കരുത്. ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ, അതിനെ അങ്ങോട്ട് തിരിച്ച് ഏകദേശം ഇട്ട് കഴിഞ്ഞാലാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഐക്ക് ഒറ്റപ്പുള്ളി പിന്നെ ഏയുമാണ്. അപ്പം അതായത് ഏയുടെ ചിഹ്നം തന്നെ എന്താണ്, ഒറ്റപ്പുള്ളിയാണ്. അപ്പം നമ്മൾ അവിടെ ഒരു ഒറ്റപ്പുള്ളി ഇട്ടു. ഇനി ഐക്ക് ഇവിടെ ഓൾറെഡി നമ്മളൊരു ഒറ്റപ്പുള്ളി ഇവിടെ ഇട്ടിട്ടുണ്ട്, ആ ഒറ്റപ്പുള്ളിയും കൂടി ഇട്ടു. അപ്പം രണ്ട് ഒറ്റപ്പുള്ളി വന്നു ഐക്ക്. ഏയുടെ ഒറ്റപ്പുള്ളി, ഐയുടെ ഒരു ഒറ്റപ്പുള്ളി. ഒറ്റപ്പുള്ളി ആണെങ്കിൽ അതിൽ കൂടെ ഒരു ദീർഘവും കൂടെ ചേർത്തി ഓ. പിന്നെ ഏക്ക് ഇരട്ടപ്പുള്ളി ആണെങ്കിൽ അതിൽ കൂടെ ഒരു ദീർഘവും കൂടെ ചേർത്തി ഓ. ഇത് തന്നെയാണ്, ഔവിൻ്റെ ചിഹ്നം ഇത് തന്നെ ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെ ചിഹ്നങ്ങൾ ഏതെങ്കിലും ആ ഒരു അക്ഷരത്തിൻ്റെ ഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് ഇത് കണ്ടോ, ഇത് അപ്പോൾ കുട്ടിക്ക് അത് പെട്ടെന്ന് തന്നെ ഓർക്കാൻ പറ്റും. ഏടെ ചിഹ്നം എന്ന് പറയുമ്പോൾ ഏടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നതാണ്, അങ്ങനെ ഓർക്കാൻ പറ്റും. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ചോദ്യമുണ്ടായിരുന്നു. ഇത് രണ്ടും നമ്മൾ സ്വരാക്ഷരങ്ങളിൽ കാണാനില്ല ഇപ്പോഴത്തെ പാഠപുസ്തകത്തിൽ നിന്ന്. കാരണം എന്താണെന്ന് പറയാം. ഇത് രണ്ടും
സ്വതന്ത്ര സ്വരാക്ഷരങ്ങളല്ല. ഈ ആയിൽ കൂടെ അനുനാസിക ചിഹ്നമായിട്ടുള്ള ചേർന്നിട്ടാണ് ഈ വന്നിരിക്കുന്നത്. അതേപോലെ ഈ ഹ എന്നുള്ള ശ്വാസധ്വനി വന്നിട്ടാണ്, അതിൻ്റെ ചിഹ്നം വന്നിട്ടാണ് ഈ ആടെ കൂടെ ഹ എന്നുള്ള ശ്വാസധ്വനിയുടെ ചിഹ്നം വന്നിട്ടാണ് ഹ എന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് രണ്ട് സ്വതന്ത്രങ്ങളായിട്ടുള്ള സ്വരാക്ഷരങ്ങളല്ലാത്തത് കൊണ്ടാണ് അത് രണ്ട് ചിഹ്നങ്ങളിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ പാഠപുസ്തകത്തിൽ ഇല്ലാത്തത്. ഇത്രയുമാണ് ഈ ചിഹ്നങ്ങളുടെ സ്വരചിഹ്നങ്ങളുടെ കാര്യങ്ങൾ. ഇത് കുട്ടികൾക്ക് ഉറപ്പിക്കണമെങ്കിൽ ഒരു ദിവസം ഓരോ ദിവസവും നിങ്ങൾ ഒരു 3 times ഒരു 3 പ്രാവശ്യം കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കണം. എഴുതിപ്പിക്കുമ്പോൾ ഇത് എപ്പോഴും കണക്ട് ചെയ്ത് അവർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട് വേണം എഴുതിപ്പിക്കാൻ. ഇതിങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം അങ്ങോട്ട് പോയിക്കോട്ടെ, കുട്ടികൾക്ക് ചിഹ്നം ഉറയ്ക്കും. പിന്നെ വേറൊരു ടിപ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചിഹ്നം അവർക്ക് ചിഹ്നങ്ങളുള്ള വാക്കുകൾ അവരെ കൊണ്ട് എഴുതിപ്പിക്കാവുന്നതാണ്. അപ്പം അത് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.